കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൊയിലാണ്ടി PWD ബിൽഡിംഗ് സബ് ഡിവിഷനിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. സീനിയർ ക്ലർക്ക് നീതു ബാലകൃഷ്ണൻ, ഹെഡ് ക്ലർക്ക് ഖദീജ NK എന്നിവർക്കെതിരെയാണ് നടപടി. 16 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ തട്ടിപ്പ് ആരാണ് കണ്ടെത്തിയത്? വിജിലൻസ് നടത്തിയ പരിശോധനയിലാണോ അതോ വകുപ്പ് തല പരിശോധനയിലാണോ? എങ്ങനെയാണ് ഇത്രയും ലക്ഷം രൂപയുടെ ക്രമക്കേട് ഇവർ നടത്തിയത്? 2 ഉദ്യോഗസ്ഥരെ ഉള്ളൂ അതോ അതിന് പിന്നിൽ മറ്റൊരു സംഘം ഉണ്ടാകുമോ? വിജയകുമാർ, വകുപ്പ് തല അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. കരാറുകാർക്ക് ലഭിക്കേണ്ട പണം കൃത്യമായി ലഭിച്ചില്ല. അങ്ങനെ കരാറുകാർ ഈ ഒരു പരാതിയുമായി ഉന്നതാധികാരികളെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് കരാറുകാർക്ക് നൽകേണ്ട പണം ഈ നീതു തൻ്റെ അക്കൗണ്ടിലേക്ക് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം കൊയിലാണ്ടി കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയത്. അദ്ദേഹം നടത്തിയ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ നീതുവിൻ്റെ ഭാഗത്തും ഗുരുതരമായ ക്രമക്കേട് ഉണ്ടായി എന്ന് കണ്ടെത്തി. പക്ഷേ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും ഒരു അന്വേഷണം കോഴിക്കോട് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തി. അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തുകയും ഗുരുതരമായ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ക്രമക്കേട് നീതുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീതുവിനെ സസ്പെൻഡ് ചെയ്തത്. ഖദീജയ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു കരാറുകാർക്ക് സമർപ്പിക്കേണ്ട ബില്ലുകൾ കൃത്യമായി പരിശോധിച്ചില്ല, ആ പരിശോധനയിൽ പിഴവ് സംഭവിച്ചു എന്ന കാര്യം ചുമത്തിയാണ് ഖദീജയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 16 ലക്ഷം രൂപയുടെ ഒരു ക്രമക്കേടാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടിരിക്കുന്നത്. മാത്രമല്ല 6 കരാറുകാർക്കാണ് ഇത്തരത്തിൽ പണം ലഭിക്കാതിരുന്നത്. ഈ 6 കരാറുകാരാണ് ഈ പരാതിയുമായി ഉന്നതാധികാരികളെ സമീപിച്ചത്. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തുകയും ഈ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കും. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലും അന്വേഷിക്കും എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയകുമാർ. 16 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. ഒരുപക്ഷെ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടോ എന്നതൊക്കെ വകുപ്പ് തല പരിശോധനയിൽ കണ്ടെത്താനിരിക്കുന്ന കാര്യങ്ങളാണ്.